വാഹനം ഓടിക്കുമ്പോൾ ഫോണിൽ വീഡിയോ പരതിയിരിക്കുന്ന ഒരു ഡ്രൈവർ ആണ് നിങ്ങളുടെ ഡ്രൈവറാണെങ്കിൽ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് മുംബൈ പോലെ വളരെ തിരക്കേറിയ ഒരു നഗരത്തിൽ നമ്മളൊരു ഊബർ പോലെ ഒരു ടാക്സി വിളിച്ച് പോകുമ്പോൾ ആ ഡ്രൈവർ ഇങ്ങനെ ഇരുന്ന് വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുക. എന്തായാലും ആ യാത്രക്കാരനത് സഹിച്ചില്ല, അദ്ദേഹം ഒരു പോസ്റ്റാക്കി ഇട്ടു. വേണ്ട ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ദൃശ്യങ്ങൾ. ശരി, ലാൽകൃഷ്ണൻ തന്നെ നമുക്കൊപ്പം വീണ്ടും ചേരും. ലാൽ, ഈ യാത്രക്കിടെ ഫോണിൽ സംസാരിക്കുക, അത് ബൈക്കിൽ പോകുമ്പോൾ ഫോണിൽ സംസാരിക്കുക, കാർ ഓടിക്കുമ്പോൾ ഫോണിൽ നോക്കി, ഇതൊക്കെ പലപ്പോഴും കാണുന്ന കാഴ്ചകളാണ്. ഇത് നമ്മളൊരു വാഹനം വാടകയ്ക്ക് എടുക്കുമ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്വം നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല. എങ്കിലും ഇത് ആരാണ് ഇതിങ്ങനെ ഒരു പരാതിയുമായി വന്നത്? വേണ്ട നടപടികൾ എങ്ങനെ ഉണ്ടായി? ദിവിഷ് പറഞ്ഞ പോലെ നമ്മൾ നാട്ടിൽ മിക്കവാറും കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ ഫോൺ സംസാരിച്ചുകൊണ്ട് ബസ് ഓടിക്കുന്ന ആളുകളുടെയാണ്. അത് ആ ബസ്സിൽ യാത്ര ചെയ്യുന്നവർ തന്നെയായിരിക്കും മിക്കവാറും ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് വിടുന്നതാറുള്ളത്. നടപടി ഉണ്ടാകാറുണ്ട്. സാധാരണ ലൈസൻസ് സസ്പെൻഷൻ എന്ന് പറയുന്നൊരു നടപടിയാണ് ഉണ്ടാകാറുള്ളത്. പ്രത്യേക കാര്യമൊന്നുമില്ല. പക്ഷേ ഊബർ പോലത്തെ ഒരു സംവിധാനം നമ്മൾ യൂസ് ചെയ്യുന്ന പലപ്പോഴും നമ്മുടെ ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. പെട്ടെന്നൊരു സ്ഥലത്തെത്തുക എന്നതിനേക്കാൾ ഉപരി കുറേ കൂടി സേഫ് ആയിട്ടുള്ളൊരു യാത്ര എന്നെ കണക്കൂട്ടിയിട്ടാണ് നമ്മൾ ഊബർ ബുക്ക് ചെയ്യാറുള്ളത്. പക്ഷേ ആ യാത്രയ്ക്ക് പോലും ഒരു സേഫ്റ്റി ഇല്ല എന്നൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് വെങ്കിട്ടി പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിനാ ചോദിച്ചത്. മുംബൈയിൽ നിന്നാണ് അദ്ദേഹം ഒരു ഊബർ ബുക്ക് ചെയ്യുന്നത്. ബുക്ക് ചെയ്ത് പോകുന്നതിനിടയിലാണ് ഈ വണ്ടി ഓടിക്കുന്നതിനിടയിൽ മൊബൈൽ ഫോണിൽ നോക്കി സ്ക്രോൾ ചെയ്തുകൊണ്ട് പോകുന്നത്. ഒരു ഈ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാണ് മൊബൈൽ ഫോൺ. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സംവിധാനമായി മാറിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ നോക്കി വീഡിയോ കണ്ടുകൊണ്ട് റോട്ടിലെ കാര്യങ്ങൾ നോക്കാതെ പോകുന്ന ഒരു ഡ്രൈവറെ പുള്ളി വളരെ അത്ഭുതത്തോടു കൂടിയാണ് കണ്ടത്. മാത്രമല്ല, പുള്ളി എക്സിൽ കുറിച്ച് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണോ മുംബൈ നഗരത്തിലൂടെ ഒരു ഊബറിൻ്റെ പോകുന്നത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്നവർക്ക് എന്ത് സുരക്ഷാ സംവിധാനമാണ് നിങ്ങൾ ഊബർ ഞങ്ങൾക്ക് തരുന്നത് എന്നുള്ള കാര്യമാണ് ചോദിച്ചത്. ഈ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം ഊബറിൻ്റെ കമ്പനിക്കും അതോടൊപ്പം തന്നെ മുംബൈയിലെ പോലീസിനും ഈ ഇത് ടാഗ് ചെയ്ത സമയത്താണ് വെങ്കിട്ടിന് അത്തരത്തിലൊരു മറുപടി കിട്ടുന്നത്. അത് ആദ്യം ചോദിക്കുന്നത് പോലീസാണ് ചോദിച്ചത്. ഇതിൻ്റെ എക്സാക്ട് സ്ഥലം, അവരുടെ കോൺടാക്ട് നമ്പർ എന്നിവ എന്തെങ്കിലും തരാൻ നിങ്ങൾ തയ്യാറാകണം, നമ്മൾ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളത്. ആ പോസ്റ്റിൽ തൊട്ട് താഴെ ഊബർ തന്നെ ഔദ്യോഗികമായി പറഞ്ഞു, ഞങ്ങൾക്ക് വളരെയധികം സങ്കടമുണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായതിന്. നിങ്ങളുടെ സേഫ്റ്റിയാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഞങ്ങൾ അനുവദിക്കുന്നതല്ല. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് തരണം. കർശനമായ നടപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് ഊബറും പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അത് ചോദ്യം ബാക്കി നിൽക്കുന്നത്, ഇതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ആരും പഠിക്കുന്നില്ല. ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അയ്യോ എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ് നിൽക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അതിനപ്പുറം ഏത് രീതിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സേഫ് ആവേണ്ടത്, നമ്മൾ എങ്ങനെയൊക്കെയാണ് സേഫ് ആക്കേണ്ടത്? ആ ഡ്രൈവറെ മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ആ വണ്ടിയിൽ കയറുന്നത്. വേറെ ആരും വിശ്വസിക്കുന്നില്ല. അയാൾ തന്നെ അശ്രദ്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പിന്നെ ഞാൻ എന്തുറപ്പിൻ്റെ പുറത്താണ് ഈ വണ്ടിയിൽ കയറിയത് എന്നുള്ളത്. അതിനുള്ള മറുപടിയാണ് നിലവിൽ ഏതായാലും മുംബൈ പോലീസ് നൽകിയിട്ടുള്ളത്. കർശനമായി നടപടി ഉണ്ടാകും എന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. പോസ്റ്റ് എന്തായാലും എക്സിൽ ഇപ്പോൾ വൈറലാണ്. ശരി, എന്തായാലും ഇനി അദ്ദേഹം അത് ചെയ്യാതിരിക്കട്ടെ. ഇത് കണ്ട് ബാക്കിയുള്ളവരും ഇത്തരം പ്രവർത്തികൾ ഒഴിവാക്കട്ടെ. ജീവനാണ് വലുത് എന്ന് ഓർമ്മയുണ്ടാകട്ടെ.